വൈകുന്നേരമായ നമ്മളെ മലപ്പുറത്തേക്ക് ഒരൊറ്റ വിചാരമുള്ളൂ, കോട്ടക്കുന്ന് പോയാലോ. കാരണം വേറെ എവിടേക്കും പോവാനില്ല. അപ്പം നമ്മൾ കോട്ടക്കുന്നുമ്മക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ വൈകുന്നേര സമയങ്ങളിൽ ചിലവഴിച്ചതാണ് കോട്ടക്കുന്നിൽ. നമുക്ക് കോട്ടക്കുന്ന് കാണാം. നമ്മൾ ഈ യാത്രകളൊക്കെ പുറപ്പെടൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിന്നാണല്ലോ. അങ്ങനെ ഉമ്മൻ്റെ ഗ്രൂപ്പിൽ നിന്ന് പുറപ്പെട്ടതാണ് ഈ ഒരു കോട്ടക്കുന്ന് കാണൽ. അതായത് കോട്ടക്കുന്ന് കണ്ട് ഇതായതാണെങ്കിലും എന്താ പറയുക, എല്ലാവരും കൂടെ കൂടുമ്പോൾ രസമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ കോട്ടക്കുന്ന് പോയത്. വിറ്റെന്താന്നല്ല, ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ സാധനങ്ങളൊക്കെ നമ്മൾ വീടുണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ, വീടുണ്ടാക്കിക്കൊണ്ടിരിക്കണവർക്കൊക്കെ എന്തൊക്കെ ഫർണിച്ചർ, മറ്റേത് മറിച്ചത്, ടൈൽസ്, അങ്ങനെ ആ വിഭാഗങ്ങളാണ് തോന്നുന്നത്. വെറുതെ ഇതിൽ കയറി അപ്പുറം പോയി കണ്ട് കുറേ എന്തൊക്കെ പേപ്പറൊക്കെ തരുമല്ലോ, അതൊക്കെ വാങ്ങിയിട്ട് കുറേ നോട്ടീസൊക്കെ വായിച്ച് ഇതൊക്കെ നടക്കുക, ഇതൊക്കെ കാണുക, വെറുതെ ഒരാവശ്യമില്ലാതെ. ഇതൊക്കെ തന്നെയല്ലേ രസം. ഇതൊക്കെ തന്നെ കോട്ടക്കുന്നുമുള്ളത്. അപ്പോൾ വന്ന കാര്യം മറന്നുപോയി. ഞങ്ങൾ കുടുംബസംഗമം പറഞ്ഞ് ഒരുമിച്ച് കൂടിയാണ്. ഇതുവരെ കുടുംബക്കാരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് കോമഡി. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്തേക്ക് എത്തുക എന്നുള്ള ഒരു ടാസ്ക്കാണ്. നമ്മളെ മറ്റേ മുയലും ആമയും എന്താ വഴി കാണിക്കല്ലേ, മൂട്ടും മുയലും അതേപോലെയാണ്. ഇതിൻ്റെ ഫസ്റ്റിൽ നിന്ന് തുടങ്ങി ലാസ്റ്റ് എവിടെ എത്തും എന്നുള്ളത് ഒരു വിചാരമില്ലാണ്ട് നടക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ. എവിടേക്കാ എന്താ ഏതാ എങ്ങോട്ടാ പോകേണ്ടതെന്നൊന്നും അറിയാതെ ലാസ്റ്റ് ഞങ്ങൾ പുറത്ത് കടന്നുകാണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും കുടുംബക്കാരവിടെ എത്തിയാൽ മതി എന്നുള്ള ലെവലിലേക്ക് നടക്കുകയാണ്. കണ്ടുമുട്ടി കിട്ടിയ കഴിഞ്ഞാൽ അവിടെ നിന്ന് വർത്താനം പറഞ്ഞിരിക്കാലോ എന്നൊക്കെ വിചാരിച്ചു. അവസാനം അവരെ ഞങ്ങൾ തെരഞ്ഞു നടക്കുകയായിരുന്നു. ഞങ്ങൾ തെരഞ്ഞു നടക്കുന്ന വ്യക്തികൾ. കിട്ടിയാവോട് വിചാരിച്ചു കടൊക്കെ പാടം വാങ്ങി കിട്ടിയിരുന്നു. ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞാണ്ട് പിന്നെ ഞങ്ങൾ നാട് കാണാൻ കോട്ടക്കുന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ കേട്ടോ. അത് അങ്ങോട്ട് നോക്കുക, കാണുന്നതാണ് എൻ്റെ സ്കൂൾ, MMIT സ്കൂൾ. അതിൻ്റെ അടുത്ത് തന്നെ മാതിന് ഫോട്ടോ എടുക്കാൻ്റെ ഒരു സെക്ഷനാണത് കാണുന്നത്. വരൂല പോരൂല അങ്ങനെ. മഞ്ഞക്കിളി ഇങ്ങോട്ടോക്കിടാ ഇടി ചങ്ങായി ചെറുക്ക. അതെ ഒക്കെ പറഞ്ഞ പോലെ. ഫോട്ടോ കാണുന്നവർ, ഫോട്ടോ എടുക്കുന്നവർ, ഫോട്ടോ അത് വാങ്ങിയല്ലോ. അയക്ക് 5 വയസ്സൊക്കെ ഇല്ല കയറിയിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ മഴയത്ത് കൂടെ നടക്കുകയാണ് ഗേസ്. ഇവൾ ദേഷ്യം പിടിച്ച് നടക്കണേ. എന്തിനാന്ന് വെച്ചാൽ അവൾക്ക് പാർക്കിൽ കയറായിട്ട്. നമുക്ക് പിന്നെ നിങ്ങൾ സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സാധനം തരാൻ കൊണ്ടുപോകും. 10 രൂപേൻ്റെ സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് ആണെങ്കിൽ വേഗം പോയി. മനുഷ്യന്മാരിക്കാല്ലാത്തോണ്ട് നായ്ക്കൾ കയറി. ഇവിടെ തിന്നാലും തന്നെ. അത് കഴിഞ്ഞ് കോട്ടക്കുന്നുമ്മലെ സകല പരിപാടികളും കഴിഞ്ഞാണ്ട് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ അടിക്കുക കേട്ടോ. റിട്ടേൺ അല്ല, കോട്ടക്കുന്ന് കാണാലോ എന്ന് വിചാരിച്ച്. പക്ഷേ അവിടെയും ഇവിടെയും എല്ലാവരും ചില്ലറ ഈ ഒരു സംഗതികൾ കഴിഞ്ഞിട്ട് വേണം പുറത്തെത്താൻ. നമുക്ക് സെൽഫിയിൽ വീഡിയോ എടുക്കാം. എൻ്റെ അമ്മ ചൂടാവുണ്ട്.
പിന്നീട് അങ്ങോട്ടൊരു ചരിത്രമായിരുന്നു വായ്നോട്ടം. കാരണം അതൊരു കലയാണല്ലോ. പിന്നെ ഞങ്ങളവിടെ ഫുള്ളും വീക്ഷിക്കുകയായിരുന്നു കേട്ടോ, ഏതൊക്കെ എങ്ങനെയൊക്കെയെന്നൊക്കെ. അങ്ങനെ പോയി കാര്യങ്ങൾ. ഈ ജനം കാണുമ്പോൾ നിങ്ങളെന്താ വിചാരിക്കും, ഇവിടെ എന്തോ പരിപാടി ഉണ്ടെന്നല്ലേ? പരിപാടിയല്ല, ട്രാഫിക്കാണ്. അതിൻ്റെ ഒടിയിൽ എന്തൊക്കെയോ കശപ്പിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയാണ്ട് വർത്താനം പറഞ്ഞുണ്ടാക്കി കച്ചറ കൂടിയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വലിയൊരു വാഹനം വന്നു. ഡ്രൈവർ ഒരു പെണ്ണാണ്. അതുകൊണ്ട് ഞാൻ എടുത്ത വീഡിയോസാണിത്. എന്താ ഇത്രമാത്രം കാണാൻ ഇതിൻ്റെ ഉള്ളിലെന്ന് ഞാൻ ആലോചിക്കണം. ഞങ്ങൾക്കൊന്നും കാണാൻ കിട്ടിയില്ല. ഇവർക്കൊക്കെ എന്തോ ഉണ്ടോ എന്ന് എനിക്കറിയൂല കേട്ടോ. ഫ്രണ്ട്സ് വണ്ടി പോവാൻ അപ്പോൾ സെക്യൂരിറ്റിനെ കാണിക്കാനുള്ള ബഹുമാനം കൂടി കാണിക്കുന്നു. പാർക്ക് ചുറ്റുപാടി പാർക്ക് ഫ്രീ ഉള്ള പാർക്ക് ഫ്രണ്ട്സ് ഞങ്ങൾക്ക് സർപ്രൈസ് ഉണ്ട്. ഞങ്ങൾ പോകുമ്പോൾ മന്തി ഞങ്ങൾക്ക് അറിയില്ല ഗായ്സ്. എത്ര മോതിരം ആൾക്കാരുന്നു ഫ്രണ്ട്സ്. ഇവിടെ എന്തൊക്കെ പാട്ട് ഞായറാഴ്ച കൊണ്ട് പാട്ടും ഇതൊക്കെ ഉണ്ട്. ഫുള്ള് ട്രാഫിക്കാണ്. സെക്യൂരിറ്റി പറയണത് ഇവിടെ തേങ്ങാച്ചോറും ബീഫ് വരട്ടിയതും ഉണ്ട് എന്നാണ്. അതുകൊണ്ട് ആൾക്കാർ വരുന്നതാണ്. സംഗതി എന്താ ഞങ്ങൾക്ക് അറിയില്ല. പ്രാസംഗികൻ പ്രസംഗം വീക്ഷിക്കുന്നവർ. നമുക്ക് വരുന്ന വല്ലൊക്കെ ചോദിച്ചതാണ് ഈ ചോദിക്കണേ. അവസാന നിമിഷം ഞങ്ങൾക്കൊന്നുമില്ലാതായി. സ്റ്റെപ്പിറങ്ങേണ്ട ഇത് വന്നു. 18-ാം പടി ഇറങ്ങണം. രാത്രിയാണ് കോട്ടക്കുന്ന് കാണാൻ രസം. പാവപ്പെട്ട ഇവൾക്ക് ദേഷ്യം, അസൂയയും കുശുമ്പും എല്ലാം കൊണ്ടും മൂടിയപ്പെട്ട് സിലോപ്പി നടക്കുകയാണ്. ബിക്കോസ് അവൾക്കൊന്നും കിട്ടിയില്ല. ഒന്നാട് പൊട്ടിയാലോ പേടി. നോക്ക് മക്കളെ നോക്ക്. മൈ ഗോഡ്, ഞങ്ങൾ ഈ 18-ാം പടി 18 അല്ല ഒന്നേ ഇത് പടി എണ്ണണോൽക്കില്ലേ പറയണത്. ഞാൻ വാങ്ങിയെടുത്ത് തരും. മീനെ കൊണ്ട് കജൂല. ഞാൻ പോവാ, പറക്കാൻ പറ്റുമോ? ഞങ്ങൾ ഇനി ഓൽക്ക് അത് മായി കൊടുക്കാൻ. ഇനി അതിൻ്റെ അടി കണ്ടാലേ പ്രശ്നമുള്ളൂ. അന്ന് തിന്നിട്ട് പോലെ ഊതിരില്ല. സോസ് ചിക്കനൊന്നും വേണ്ട, സോസ്. മന്തി തിന്ന സ്പൂണോട് അത് അതിൽ കാട്ടിട്ട് ഇപ്പൊ സൂപ്പർ വാഴയാണെങ്കിൽ എത്തിക്കാർ പറയാം. എന്റെ ചെറിയ ആങ്ങൾക്ക് കയ്യബദ്ധം പറ്റിയത്.
അപ്പോൾ ഇത്രമാത്രമേ ഉള്ളൂ ഞങ്ങളെ വിശേഷം കേട്ടോ. വൈകുന്നേരം തൊട്ട് രാത്രി വരെ. അപ്പോൾ പറയാനുള്ളത് ഇത്രമാത്രമേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങി വെറുതെ ഇങ്ങനെ പെരൻ്റെ ഉള്ള കുത്തിരൊക്കെ ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ കാണാമല്ലോ, എങ്ങനെയെങ്കിലും കാണാമല്ലോ, ആൾക്കാരെ മുഖമെങ്കിലും കാണാമല്ലോ. അതിന് വേണ്ടിയിട്ട് വെറുതെ ഉത്തിറക്കണ നേരം കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് കുറച്ച് സഭായിക്കാണ്ട് പുറത്തേക്ക് പോവുക. മലപ്പുറംകാരാണെങ്കിൽ ഓട്ടൊക്കെ നമുക്ക് വയ്ക്കോളി, ഒന്നുമില്ല, വെറുതെ ഇരുന്ന് സൊള്ളാലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം കേട്ടോ.